കേരളത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ സർക്കാർ ഓഫീസുകളിലും അവിടെ നിന്ന് ലഭ്യമാകുന്ന സേവനങ്ങളും അതിന് വേണ്ട ഹാജരാക്കേണ്ട രേഖകളും സംബന്ധിച്ചുള്ള ബോർഡുകൾ പരസ്യപ്പെടുത്തണമെന്നാണ് മിക്ക ഓഫീസുകളും ഉണ്ടെന്നാണ് ഞാൻ ധരിക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആ രേഖകൾ സഹിതം ഈ ഓൺലൈനായിട്ട് സബ്മിഷൻ വന്നു കഴിഞ്ഞാൽ അത് റിജക്ട് ചെയ്യുന്ന സംവിധാനം വരില്ല. സർക്കാർ ജീവനക്കാരിലും കുറച്ചൊരു ഇതുണ്ട്. കാരണം വെച്ചാല് നമ്മള് ഒരു പേപ്പർ ഒരു അപേക്ഷ കിട്ടിക്കഴിഞ്ഞാൽ അത് എങ്ങനെ നിരസിക്കാം എന്നല്ല ആദ്യം ചിന്തിക്കേണ്ടത്. അപ്പൊ അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ തന്നെ ഈ പ്രശ്നങ്ങൾക്ക് വളരെയധികം അവസാനമുണ്ടാവും. നമ്മള് കുറെ നാളായിട്ട് കേട്ടോണ്ടിരിക്കുന്നത് ഏറ്റവും കൂടുതൽ ഈ ഇടനിലക്കാര് വഴി വിജിലൻസ് പിടിച്ച ഒരു മേഖലയുണ്ട്, മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ്. ഒരുപാട് ഇപ്പൊ കുറച്ച് മാറ്റമൊക്കെ വന്നിട്ടുണ്ട്. മാറ്റം സാറന്മാരുടെ പാസ്വേഡ് ബ്രോക്കർമാരുടെ കയ്യിലാണ്. കഴിഞ്ഞ ആഴ്ച പാസ്വേഡ് കേസ് ഇത് തന്നെ RTO ഓഫീസിലെ, അതായത് MVDയുടെ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരുടെയും ജോയിന്റ് RTOന്റെയും പാസ്വേഡ് ഈ ബ്രോക്കർമാർക്ക് കൊടുത്തിരിക്കുകയാണ്. അവർക്ക് ലൈസൻസ് പ്രിപ്പയർ ചെയ്യാം, അവർക്ക് RC ബുക്ക് പ്രിപ്പയർ ചെയ്യാം. ആവശ്യക്കാർക്ക് ബ്രോക്കർമാരെ സമീപിക്കാൻ വേണ്ട സൗകര്യം ഉണ്ടാക്കി കൊടുക്കുന്നത് ആരാ? ഇന്ന് തൂണ് ചാരി നിന്നാൽ കൈക്കൂലി ചോദിക്കുന്ന സംസ്ഥാനത്തെ ഏക ഓഫീസ് ഉണ്ടെങ്കിൽ അത് RTO. എവിടുന്ന് സാർ കഴിഞ്ഞ ആഴ്ചയിലെ സാർ നിങ്ങൾ പുറത്തുവിട്ടത് ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ അവന്റെ കമ്പ്യൂട്ടർ പാസ്വേഡ് മറ്റൊരാൾക്ക് നൽകേണ്ട വിധത്തിൽ ഗൂഗിൾ പേ വഴി കൈക്കൂലി വാങ്ങുന്ന ഉദ്യോഗസ്ഥന്മാരാണ് ഈ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിലെ എന്നുള്ളത് സർവേയിൽ കണ്ടെത്തിയിട്ടുള്ളതാണ്. ഭയമില്ല, ഭയമുണ്ടെങ്കിൽ ഗൂഗിൾ പേ വഴിക്ക് വേണ്ടി. ഞാൻ അങ്ങനെ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം. നമ്മുടെ ഇന്ത്യയിൽ പല സംസ്ഥാനത്തും പല കാര്യങ്ങൾക്കായിട്ട് സഞ്ചരിച്ച ഒരാളെന്നല്ല ഞാൻ പറയുകയാണ്. മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇവിടെ ഇത്തരം കൈക്കൂലികൾ വളരെ കുറവാണ് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉദാഹരണം പറയാം. ഒരു മലയാളി DDAയിൽ പോയിട്ട് ഒരാൾ ജോയിൻ ചെയ്തു. ജോയിൻ 2 ദിവസം കഴിഞ്ഞപ്പോൾ അയാൾ ഏതൊരു തർക്ക ഭൂമിയിൽ അയാൾക്ക് എന്തോ ഒരു ലാവണം കിട്ടിയിട്ട് അയാൾ അവിടെ പോയി. അതിനിടയ്ക്ക് അയാൾ ഇത്തിരി മൂത്രം ഒഴിക്കാൻ നിന്നു. ഒരാൾ പുറേ ഇവിടെ പോക്കറ്റ് കുറച്ച് കാച്ചിരിക്കൊണ്ട് വെച്ചു. പുള്ളിക്ക് എന്തോ സംഭവിക്കുന്ന അറിയത്തില്ല. പുള്ളി കർമ്മം തുറന്നുകൊണ്ടിരുന്നു. അവസാനം കർമ്മം കഴിഞ്ഞ് നോക്കുമ്പോൾ കുറച്ച് കാശുണ്ട്. കൈക്കൂലി കൊടുക്കാൻ അവിടെ ചോദിച്ചിട്ടില്ല പുള്ളി. കാര്യം ആരോ ഇതിനാൻ താല്പര്യമുള്ളവർ കൊണ്ട് അവൻ ചോദിക്കുക. അന്ന് ഞാൻ പഠിച്ചൊരു കാര്യം, ഡൽഹിയിൽ കൈക്കൂലി ചോദിക്കണ്ടെന്നാ. ഇന്ത്യയിൽ ഒരു പഠനം നടത്തിയപ്പോൾ മിസോറാമും അതുപോലെ തന്നെ ലക്ഷദ്വീപും കഴിഞ്ഞു കഴിഞ്ഞാൽ അഴിമതിയുടെ കാര്യത്തിൽ ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം കേരളമാണ്. അതിന് വെറുതെ ചെറുതാക്കി കാണരുത്. നമ്മൾ അഭിമാനിക്കണത് നന്നായി അതിനേക്കാൾ നമ്മൾ 0 ലെവലിലാവേണ്ടവരാണ് കേരളം. അതിനോട് യോജിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.